അവിടെ നിന്നുമുള്ള വിവരങ്ങൾ എന്തൊക്കെ? വാശിയേറിയ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 36-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. സർവേ സ്കൂളിലാണ് ഈ പോളിംഗ് ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിയോടുകൂടി തന്നെ വോട്ടർമാർക്ക് ഈ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമായി 1258 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 14ഓളം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും ഏതാണ്ട് 250-ലേറെ സൈനിക വിഭാഗത്തിൽപ്പെട്ടവരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് 7 മണിയോടുകൂടി തന്നെ പൂർത്തിയാകും. നമുക്കറിയാം വലിയ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും ഒപ്പം തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും കൂടി ചേർന്നതാണ് തൃശൂർ ജില്ലയിലുള്ളത്. അങ്ങനെ ആകെ 24 ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ തൃശൂർ ജില്ലയിൽ മാത്രം ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുക. ഇതിൽ 11 ലക്ഷത്തോളം പുരുഷന്മാരും ഒപ്പം തന്നെ 12 ലക്ഷത്തോളം സ്ത്രീകളും ഉൾപ്പെടുന്നതായാണ് കണക്ക്. എന്തായാലും 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. വാശിയേറിയ മത്സരമാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാശിയേറിയ മത്സരമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുക. അതിന് പ്രധാന കാരണം ആയി പറയുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നത് UDF-ന്റെയോ അല്ലെങ്കിൽ LDF-ന്റെയോ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. നിർണായക തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതി തുടങ്ങാൻ ഏതാണ്ട് 5 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. പലയിടങ്ങളിലും ഇതിനോടകം തന്നെ നീണ്ട ക്യൂ കാണാം. മന്ത്രിമാർ, സ്ഥാനാർത്ഥികൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്താൻ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വടക്കൻ ജില്ലകളിൽ ജനങ്ങളുടെ വലിയ ക്യൂ തന്നെ പോളിംഗ് ബൂത്തിന് മുന്നിൽ കാണാം. ഇനി 5 മിനിറ്റിന്റെ കാത്തിരിപ്പ് കൂടി.